യുണൈറ്റഡ് നേഷനുമായി ബന്ധപ്പെട്ട 66 സംഘടനകളിൽ നിന്നും അമേരിക്ക എക്സിറ്റായി. മനസ്സിലാക്കിയത് ഇതിൻ്റെ ഫണ്ട് കൊടുക്കുന്ന അമേരിക്കയാണ് ഏറ്റവും കൂടുതൽ. ഈ സംഘടന ഉണ്ടാക്കിയത് അമേരിക്ക തന്നെയാണ്, ഫണ്ട് കൊടുക്കുന്ന അമേരിക്കയാണ്, അതിൻ്റെ അകത്ത് എക്സിറ്റായി. നോക്കുക, 75ഓളം രാജ്യങ്ങൾ ഇൻക്ലൂഡിങ് പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ എമിഗ്രേഷൻ വിസ അത് അമേരിക്ക ടെർമിനേറ്റ് ചെയ്തു. ഇനി അവർക്ക് എമിഗ്രേഷൻ, അതായത് അവിടെ ഇമിഗ്രൻ്റ് ആയിട്ട് അവരുടെ വിസയും ആപ്ലിക്കേഷൻസും ടൂറിസ്റ്റായിട്ട് വരെ അത് പരിഗണിക്കേണ്ട. മറ്റൊരു തീരുമാനം നിങ്ങൾ ശ്രദ്ധിക്കുക, ഒരു ഗ്ലോബൽ ഓർഡറിൻ്റെ, വേൾഡ് ഓർഡറിൻ്റെ ഭാഗം തന്നെയാണ് യുണൈറ്റഡ് നേഷൻ. അതിനെ നോക്കുകുത്തിയായി ഗാസ ബോർഡ് ഉണ്ടാക്കി. അതിനകത്ത് അമേരിക്കൻ പ്രസിഡന്റ് തീരുമാനമെടുക്കും. ഇന്ത്യക്ക് ഇൻവിറ്റേഷൻ കിട്ടിയിട്ടുണ്ട്. ഏകദേശം 8500ഓളം കോടി രൂപ ഇന്ത്യ കൊടുക്കണം, 1 ബില്യൺ അടുപ്പിച്ച്. റഷ്യക്കും കിട്ടിയിട്ടുണ്ട്, പാകിസ്ഥാനും കിട്ടിയിട്ടുണ്ട്. അങ്ങനെ പല രാജ്യങ്ങളും കിട്ടിയിട്ടുണ്ട്. ചിലപ്പം ഈ പറയുന്ന പാകിസ്ഥാൻ കൊടുക്കേണ്ട എമൗണ്ട് ആയിരിക്കുകയില്ല ചിലപ്പോൾ ഇന്ത്യ കൊടുക്കേണ്ടത്. കാരണം ഇന്ത്യയുടെ എക്കോണമിയും വലിയ രാജ്യമാണ്. ചിലപ്പോൾ ഇന്ത്യയുടെ ഉദ്ദേശിക്കുന്ന എമൗണ്ട് കൂടുതലായിരിക്കും. അതിനെപ്പറ്റിയുള്ള ഫർദർ മറ്റുള്ള ചില പത്രങ്ങൾ പറയുന്നു, പക്ഷേ അൺകൺഫേംഡ് റിപ്പോർട്ട്സ് ആണ്. 1 ബില്യൺ കൊടുക്കണം. ചില രാജ്യങ്ങൾക്ക് അതിൻ്റെ അകത്ത് ഇളവുണ്ട്. അമേരിക്കയുടെ സ്പെഷ്യൽ എൻവോയ്, ഇന്ത്യൻ അംബാസിഡർ സെർജി ഗോർ, ഇന്ത്യൻ പ്രധാനമന്ത്രിയെ, അത് ഇന്ത്യൻ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ, അമേരിക്കൻ പ്രസിഡന്റ് ലെറ്റർ കൈമാറുന്നു. അതായത് ഇന്ത്യ അതിൽ ഒഫീഷ്യലി ഒന്നും പറഞ്ഞിട്ടില്ല, പക്ഷേ എനിക്ക് തോന്നുന്നു ഇന്ത്യ അതിനകത്ത് ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യും. കാരണം ഗാസ സീസ്ഫയറുമായി ബന്ധപ്പെട്ട് ഈജിപ്തിൽ നടന്ന ഉച്ചകോടിയിൽ ഇന്ത്യൻ റെപ്രസെൻറ്റേറ്റീവ് പങ്കെടുത്തു. ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഇൻവിറ്റേഷൻ ഉണ്ടായി. ഉറപ്പായിട്ടും ട്രംപ് പങ്കെടുക്കുന്ന പല യോഗങ്ങളിലും ഇന്ത്യൻ പ്രധാനമന്ത്രി ഇപ്പോൾ പങ്കെടുക്കുക. കാരണം ട്രംപ് പറഞ്ഞ നാട്ടിക്കോ ഒന്ന് പേടിച്ചിട്ട്. അപ്പം അതവിടെ നിൽക്കട്ടെ. അപ്പം എന്താണ് ഈ പല യുണൈറ്റഡ് നേഷൻ്റെ പല സംഘടനകളിൽ നിന്ന് എക്സിറ്റ് ആയെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതിനെന്താ പ്രാധാന്യമുണ്ട്. കാരണം ഈ സംഘടനകൾ എന്ന് പറയുന്ന ലോകത്തിൻ്റെ പല ഭാഗത്തും എല്ലാ വർഷവും അല്ലെ 2 വർഷം കൂടുമ്പോൾ ഓരോ കോൺഫറൻസ് നടത്താറുണ്ട്. ഗ്രീൻ എനർജി, ഇത് കുടച്ചക്രം,